പാലക്കാട് വടക്കാഞ്ചേരിയിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചത് കണ്ണമ്പ്ര സ്വദേശി സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവർ. സംഭവം ഇന്ന് രാവിലെ 6 മണിയോടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ ശക്തി പ്രാപിച്ച് കാലവർഷക്കാറ്റ്. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മൂന്നാർ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ, ഇടുക്കി കമ്പിളിക്കണ്ടത്ത് മലവെള്ളപ്പാച്ചിൽ. ജില്ലയിൽ രാത്രികാല യാത്രാ നിരോധനം. പെരിയാറിൽ നീരൊഴുക്ക് ശക്തം, ആലുവ ക്ഷേത്രം മുങ്ങി. തൃശൂർ ചാലക്കുടിയിൽ റെയിൽവേ അണ്ടർപാസേജ് വെള്ളത്തിനടിയിൽ. അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞു, താവളം പാലം വെള്ളത്തിനടിയിൽ. താമരശ്ശേരി ചുരത്തിലും കുറ്റ്യാടിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് നൂൽപ്പുഴ നിറഞ്ഞൊഴുകുന്നു. കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴും മുന്നറിയിപ്പുകൾ അവഗണിച്ച് സഞ്ചാരികൾ. കടലിൽ ഇറങ്ങി കളിക്കുന്നതും കുട്ടികളെ കുളിപ്പിക്കുന്നതും പതിവ്. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾക്കും പുല്ലുവില. ആനകൾക്ക് ഇനി സുഖചികിത്സാകാലം. തൃശൂരിൽ പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു. വടക്കുംനാഥ സന്നിധിയിൽ എത്തിയത് 15 പിടിയാനകളടക്കം 70 ആനകൾ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാർ. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ മാലിന്യ കൂമ്പാരത്തിലുൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യും. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണ്, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ഇന്ന് കർക്കിടക മാസാരംഭം. ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ ശീലുകൾ ഉയരുന്ന പുണ്യമാസം. ഒരുങ്ങി നാലമ്പലങ്ങളും പരിസരവും. ഇന്ന് മുഹറം. ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ നാൾ. സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി. മുഹറം 10 കണക്കിലെടുത്ത് അവധി നാളത്തേക്ക് മാറ്റണമെന്ന ചില സംഘടനകളുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ സർക്കാർ. കേരളത്തിൽ ബാങ്കുകൾക്കും അവധി. കോഴിക്കോട് താമരശ്ശേരിയിൽ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. സംഘത്തിലുണ്ടായിരുന്നത് 4 പേർ. ഹർഷാദിനെ താമസിപ്പിച്ചത് വൈത്തിരിയിലെ റിസോർട്ടിൽ. കിഡ്നാപ്പിംഗിന് ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പത്തനംതിട്ടയിൽ വനിതാ SIയെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിച്ച് പോലീസ് മേധാവി. ശിക്ഷാ നടപടി. സാറ്റ റിപ്പോർട്ടിംഗിനിടെ SP ചോദിച്ച ചോദ്യത്തിന് SI ഉത്തരം നൽകാത്തതിനെ തുടർന്ന് SPയുടെ ചോദ്യം പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥയെക്കുറിച്ച്. ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിൽ സൈന്യവും തീവ്രവാദികളുമായി വീണ്ടും ഏറ്റുമുട്ടൽ. 4 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്ക്. മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. തുടർച്ചയായ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് സൈന്യം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് കേന്ദ്രം. ആന്ധ്രയ്ക്ക് പാക്കേജിന് സമ്മർദ്ദവുമായി ചന്ദ്രബാബു നായിഡു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് 23-ന്. മലപ്പുറം അരീക്കോട് കീഴ്ശ്ശേരിയിൽ കുഴൽപ്പണവേട്ട. പിടിച്ചെടുത്തത് 30 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണം. 8 പേർ പിടിയിൽ. പരിശോധന നടത്തിയത് ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും അരീക്കോട്
പോലീസ് സംയുക്തമായി തെരച്ചിൽ. ആലുവയിൽ പെരുമ്പാവൂർ സംസ്ഥാന പാതയിൽ കുഴിയിൽ വീണ ഗൃഹനാഥന് അടിയന്തര ശസ്ത്രക്രിയ. റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരിതയാത്ര. പൊതുമരാമത്ത് വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപണം. ഹിപ്നോട്ടിസം നടത്തി വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിൽ വിശദമായ അന്വേഷണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് DEO നേരിട്ട്. പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിലടക്കം നിരോധിച്ച ചോക്കിംഗ് ആണെന്ന് സംശയം. ക്ഷാമകാലത്തിനപ്പുറം ക്ഷേമം കൊണ്ടുവരാൻ സപ്ലൈകോ. വിപണി ഇടപെടലിന് അനുവദിച്ചത് 100 കോടി രൂപ. ലക്ഷ്യം നിത്യോപയോഗ സാധനങ്ങൾക്ക് 35% വിലക്കുറവ്. ബസ് ട്രാക്ടറുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് 5 മരണം. നിരവധി പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് മുംബൈയിലെ എക്സ്പ്രസ് ഹൈവേക്ക് സമീപം ഡോംബിവിളിയിലെ കേസർ ഗ്രാമത്തിൽ നിന്ന് പന്തർപുരിയിലേക്ക് തീർത്ഥാടകരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 42 പേരെ MGM ആശുപത്രിയിലേക്കും 3 പേരെ സർക്കാർ ആശുപത്രിയിലേക്കും മാറ്റിയതായി നവി മുംബൈ DCP വിവേക് പൻസാരെ. സംഭവത്തെക്കുറിച്ച് മുംബൈ ലോണേവാല പാതയിൽ 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് പുറത്തെടുത്ത ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. പ്രഖ്യാപനം ട്രംപിനെതിരായ വധശ്രമത്തിന് പിന്നാലെ. വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപ് വീണ്ടും പ്രചാരണ രംഗത്ത് സജീവം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹോയോയിൽ നിന്നുള്ള സെനറ്റർ JD വാൻസ് മത്സരിക്കും. വാൻസിന്റെ പേര് നിർദ്ദേശിച്ചത് ട്രംപ്. നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിന്റെ പ്രമുഖനാണ്. വാൻസിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയായ ഉഷ ചിലുകുരി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വ്ളാദിമിർ പുടിനോട് പറയാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട അമേരിക്ക. ഇന്ത്യക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് അമേരിക്ക. ആദ്യ മത്സരത്തിലേറ്റ പരാജയം വിജയിക്കാനുള്ള ആഗ്രഹമായി മാറിയെന്ന് ശുഭ്മാൻ ഗിൽ. അടുത്ത വൈറ്റ് ബോൾ പരമ്പരയ്ക്കായി ഇന്ത്യ ശ്രീലങ്കയിലേക്ക്. ഹാർദിക്കും സൂര്യയും തിരിച്ചെത്തിയേക്കും. പാരീസ് ഒളിമ്പിക്സിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആശംസയുമായി വിരാട് കോഹ്ലി. T20 ലോകകപ്പ് നേടിയ ശേഷമുള്ള കോഹ്ലിയുടെ പോസ്റ്റിന് വൻ പിന്തുണ. സ്വിറ്റ്സർലൻഡ് സൂപ്പർ താരം ഷർദാൻ ഷാക്കിരി ബൂട്ടഴിക്കുന്നു. രാജ്യത്തിനായി 14 വർഷം കളം നിറഞ്ഞ ശേഷം വിരമിക്കൽ. യൂറോ കപ്പിൽ ഷാക്കിരിയുടെ കീഴിലിറങ്ങിയ സ്വിസ് പട ക്വാർട്ടറിൽ പുറത്തായിരുന്നു.